മരുന്നുകളുടെ പാർശ്വഫലമായിട്ടുണ്ടാവുന്ന വൃക്ക ഡാമേജിനെ പറ്റി നാം അറിഞ്ഞിരിക്കണം. പ്രധാനമായിട്ട് പറയാൻ, നമ്മൾ ഓവർ ദ കൗണ്ടറൊക്കെ മേടിക്കുന്ന, തനിയെ ചെന്ന മെഡിക്കൽ സ്റ്റോറിൽ പറഞ്ഞ് മേടിക്കുന്ന NSAID ഗ്രൂപ്പ് ഓഫ് പെയിൻ കില്ലേഴ്സ്, വേദന സംഹാരികൾ, പലതും ഡേഞ്ചറസ് ആണ്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ബ്രൂഫിൻ, മെഫ്താൽ, വോവറാൻ, സിറഡോൾ-P ഇങ്ങനെയുള്ള വേദന സംഹാരി മരുന്നുകൾ നമ്മൾ സർവ്വസാധാരണമായി നമ്മുടെ നാട്ടിൽ മെഡിക്കൽ സ്റ്റോറിൽ പറഞ്ഞാൽ കിട്ടാൻ ഈസിയാണ്. ഒരു ചെറുപ്പക്കാരനായ ഒരു വ്യക്തി, വേറെ രോഗമില്ലാത്ത ഒരു വ്യക്തിക്ക് നമ്മളൊരു വേദന സംഹാരി 1-2 ഡോസ് കഴിച്ചെന്ന് പറഞ്ഞ് പ്രശ്നം വരില്ല. പക്ഷേ വേറെ ഒരു അനുബന്ധ രോഗമുള്ള ആൾ, പ്രായം ചെന്ന മനുഷ്യൻ, ബന്ധപ്പെട്ട ലിവർ ഡിസീസോ ഹാർട്ട് ഡിസീസോ ഉണ്ട്, അല്ലെങ്കിൽ നല്ലൊരു ഇൻഫെക്ഷനായിട്ട് പനിയെല്ലാം കൂടിയിരിക്കുന്ന ഒരവസ്ഥയാണ്, ഡീഹൈഡ്രേറ്റഡ് ആയിട്ടൊരു സ്റ്റേജാണ്, ആ അവസ്ഥയിലാണ് നമ്മൾ ഒരു പെയിനിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള വേദന സംഹാരികളിലൂടെ കഴിക്കുന്നെങ്കിൽ അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി ഉണ്ടാകാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ വേദന സംഹാരികളല്ലാതെ വേറെ ചില മെഡിസിൻസ് നമ്മൾ സിക്കായിരിക്കുമ്പോൾ കഴിക്കുമ്പോൾ കിഡ്നി ഡാമേജ് കൂട്ടുന്നു. എക്സാമ്പിൾ, നമ്മൾ SGLT2 ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിലെ ഡയബറ്റീസിന് വേണ്ടിയും ഹാർട്ടിന് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഡാപ്പാഗ്ലിഫോസിൻ, എംപാഗ്ലിഫോസിൻ, ഈ മരുന്നുകൾ ആക്ച്വലി അവർ നല്ലത് തന്നെയാണ്, നല്ല മെഡിസിൻസ് ആണ്. പക്ഷേ നമ്മൾ സിക്കായിരിക്കുമ്പോൾ കഴിക്കുമ്പോൾ കിഡ്നിക്ക് ഡാമേജ് ഉണ്ടാകുന്നു. അപ്പോൾ കിഡ്നിയുടെ കാര്യത്തിൽ നമ്മൾ എപ്പോഴും ജനറൽ അവയർനെസ്സിന് വേണ്ടിയിട്ട് സിക്ക് ഡേ റൂൾ എന്ന് പറയും. അതായത് സിക്കായിരിക്കുമ്പോൾ താൽക്കാലികമായിട്ട് നിർത്തിവെക്കേണ്ട ഗുളികകൾ.